ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഇപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വർമ്മ പറയുമ്പോൾ അഖിൽ ചോദിക്കുകയാണ്, ഇയാളും ഈ സ്റ്റേഷനും തമ്മിൽ എന്താ ബന്ധം? ഇത് ജഗൻജിയുടെ സ്വന്തം സ്റ്റേഷനാണെന്ന് തന്നെ നീ കരുതിക്കോ അഖിലേ. ഞാനേ ഇവളെ പിടിച്ചങ്ങ് ലോക്കപ്പിലിടാൻ പോവുകയാണെന്ന് ജയേഷ് പറയുമ്പോൾ ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് ജഗന്നാഥനും പറയുന്നു. ജയേഷേ, ശ്യാമയെ ലോക്കപ്പിലിടരുത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് വേണമെങ്കിലും പിടിക്കാം. എങ്കിൽ എന്റെ കാല് പിടിക്ക്, എന്നാൽ ഞാനിവളെ വെറുതെ വിട്ടേക്കാമെന്ന് പറഞ്ഞ് ജയേഷ് കാലുയർത്തി ടേബിളിന്റെ പുറത്ത് വെക്കുകയാണ്. തുടർന്ന് അഖില് ജയേഷിന്റെ കാല് പിടിക്കാനൊരുങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ്, സാർ, എനിക്ക് വേണ്ടി സാറിന്റെ അഭിമാനം വേണ്ടെന്ന് വെക്കരുത്. എടോ, എന്റെ അഭിമാനത്തെക്കാൾ എനിക്ക് വലുത് താനാണെന്ന് അഖില് പറയുമ്പോൾ ജഗന്നാഥൻ പറയുകയാണ്, എടി, അവന്റെ കാല് പിടിച്ചെങ്കിലും നിന്നെ രക്ഷിക്കട്ടെ എന്ന് കരുത് വർമ്മ സാറേ. മരുമകളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എടോ ജഗന്നാഥ, എന്റെ മകൾക്ക് അവളുടെ ഭർത്താവിനോടുള്ള സ്നേഹം കണ്ട് ഞാൻ മനം നിറഞ്ഞു നിൽക്കുകയാണ്. അതേപോലെ ഭർത്താവിന്റെ മാനം അടിയറവ് വെക്കാൻ ശ്രമിക്കാത്ത മരുമകളുടെ കാര്യമോർത്തും എനിക്ക് സന്തോഷമുണ്ട്. അവരുടേതായ തീരുമാനമെടുത്തോളും. അതില് തന്റെ ഉപദേശമൊന്നും വേണ്ട. സാർ ഒരിക്കലും അയാളുടെ കാല് പിടിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്. ഞാൻ ഇന്ന് രാത്രി എന്താണെങ്കിലും മടങ്ങി വീട്ടിലെത്തിയിരിക്കും. ഇപ്പോ എന്ത് തീരുമാനിച്ചെന്ന് ജഗൻ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും ഇവന്റെ കാല് പിടിക്കാൻ പോകുന്നില്ല. എന്റെ ഭാര്യയെ ഞാൻ 100% വിശ്വസിക്കുന്നു. ഇവള് എന്താണെങ്കിലും ഇന്ന് രാത്രി എന്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കും. തുടർന്ന് ജയേഷ് കോൺസ്റ്റബിളിനോട് പറയുകയാണ്, ഇവളെ പിടിച്ച് ലോക്കപ്പിനകത്താക്ക്. എന്നിട്ട് നേരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക്, എന്നിട്ട് കോടതിയിലേക്ക്, പിന്നീട് ജയിലിലേക്കും. അങ്ങനെ ശ്യാമയെ ലോക്കപ്പിന്റെ അകത്തിടുമ്പോ അഖില് സെല്ലിന്റെ പുറത്തു നിന്ന് ശ്യാമയെ വിഷമത്തോടെ നോക്കുകയാണ്. ഇത് കാണുന്ന ജയേഷ് പറയുക, ഇരുമ്പടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവർ സംസാരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. എടോ, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്ന് അഖില് പറയുന്നു. തുടർന്ന് ജയേഷ് പറയുകയാണ്, എടോ, പെട്ടെന്ന് ഇന്ന് രാത്രി തന്നെ ഇവളെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കണം. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഓടിപ്പിടിച്ചെത്തുകയാണ് അമൃത. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? ശ്യാമയെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ അറിഞ്ഞില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതല്ലേ, ഇവര് രണ്ടുപേരും കൂടി ഒരുക്കിയ തട്ടിപ്പാണിത്. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. ശ്യാമ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവള് ജയിലിൽ കഴിയേണ്ടിയും വരില്ല. അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയിരിക്കുമെന്ന് അമൃത പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, അതെ, അവൾ നല്ല ആത്മവിശ്വാസത്തോടെ ഇവിടെ നിന്ന് പോയത്. രാത്രി ആഹാരം കഴിക്കാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ അവള് പോയത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അമ്മയെന്ന് അമൃതയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജയേഷ് ശ്യാമയും കൊണ്ട് മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്തിയിരിക്കുന്നതാണ്. ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് ജയേഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതേപോലെ വേണം പറയാൻ. സത്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുമെന്ന് ശ്യാമയും പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് ആദിയും അഖിലും അരുണും കൂടാതെ വക്കീലും കൂടി എത്തുകയാണ്. മോളെ, വക്കീൽ വന്നിട്ടുണ്ട്, നീ ധൈര്യമായിരിക്കാൻ വർമ്മ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അച്ഛാ, ഇത് ഞാൻ നിങ്ങളോടാ പറയേണ്ടത്. ധൈര്യമായിട്ടിരിക്കെ, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. തുടർന്ന് ശ്യാമയുടെ കേസ് നോക്കിയിട്ട് മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്, ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഒരുപാട് പേര് ഹോസ്പിറ്റലിലാണ്. വളരെ കാലമായി ഈ കമ്പനി ഇങ്ങനെ തന്നെയാണ് സാർ പ്രവർത്തിക്കുന്നത്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരുന്ന മാരക പദാർത്ഥങ്ങളും ഇതിന്റെ ഉള്ളിൽ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ജയേഷ് പേപ്പറുകൾ മജിസ്ട്രേറ്റിനെ കാണിക്കുകയാണ്. ആണോ പ്രതിയെന്ന് ശ്യാമയെ നോക്കിക്കൊണ്ട് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ അതേയെന്ന് ജയേഷ് പറയുന്നു. തുടർന്ന് മജിസ്ട്രേറ്റ് പറയുകയാണ്, വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ വീട്ടിലും കുറെ നാളുകളായി ഇത് തന്നെയാ യൂസ് ചെയ്യുന്നത്. എന്റെ ഭാര്യ ഈ വാർത്ത കണ്ടിട്ട് അതിന്റെ ഷോക്കിലാണ്. ഇത് കേൾക്കുന്ന വക്കീല് പറയുകയാണ്, സാർ, മുൻകൂർ ജാമ്യാപേക്ഷയാണിത്. ജാമ്യാപേക്ഷ ഒന്നും വേണ്ട, നേരെ ജയിലിൽ പോകട്ടെ എന്ന് മജിസ്ട്രേറ്റും പറയുന്നു. തുടർന്ന് ശ്യാമ പറയുകയാണ്, സാർ, അതിൽ ഒപ്പിടുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. രണ്ടു ഭാഗവും കേട്ടിട്ട് തീരുമാനത്തിലെത്താൻ ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ്. ഇവള് അഭിനയിക്കാൻ മിടുക്കിയാണ്. ഇതിലൂടെ നേടിയെടുത്ത കോടികളല്ലേ നഷ്ടമാകാൻ പോകുന്നത്. അതിന്റെ പേടിയാണ് ഇവൾക്കെന്ന് ജയേഷ് പറയുന്നു. ശ്യാമ പറയുകയാണ്, സാർ, ഒട്ടും പേടിയില്ലാതെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എത്രയോ വർഷമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം നടത്തിക്കൊണ്ടുപോകുന്ന കമ്പനിയാണത്. കാലം അത്രയും സൽപ്പേര് സൂക്ഷിച്ചു തന്നെയാ കമ്പനി മുന്നോട്ട് പോയത്. ഒരു ആരോപണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയം ഇവള് നഷ്ടമാക്കുകയാണെന്ന് ജയേഷ് പറയുമ്പോൾ ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന് മജിസ്ട്രേറ്റ് ജയേഷിനോട് പറയുന്നു. തുടർന്ന് ശ്യാമ പറയുകയാണ്, മായം ചേർത്തവയാണെന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത പാക്കറ്റുകൾ ദയവായി അങ്ങൊന്ന് പരിശോധിക്കണം. ഇടിമുതൽ എവിടെയെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ ജയേഷ് ആ പാക്കറ്റുകൾ കൊടുക്കുന്നു. ഇത് കാണുന്ന ശ്യാമ പറയുകയാണ്, സാർ, ഈ പാക്കറ്റുകൾ വ്യാജമാണ്. ഒക്കെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ കമ്പനിയെ തകർക്കാനായി മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയെടുത്ത കഥകളാണിത്. താനെന്താ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, സാർ, ഒറിജിനൽ പാക്കറ്റിന്റെ അകത്ത് ചെറുതായി ഒരു ശ്രീകൃഷ്ണന്റെ മുദ്രയുണ്ട്. ഇത് കേൾക്കുന്ന വർമ്മയും മക്കളും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. കേൾക്കുന്ന മജിസ്ട്രേറ്റും ജയേഷും ഒക്കെ ഞെട്ടലോടെ നിൽക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, സാർ, ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തയാണ്. കമ്പനിയുടെ വൈസ് ചെയർപേഴ്സണായി
കാര്യത്തിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ശ്രീകൃഷ്ണന്റെ മുദ്ര എല്ലാ പാക്കറ്റുകളിലും വരുത്തിയതാണ്. ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്താണ് ഞാനത് ചേർത്തിരിക്കുന്നത്. ഞങ്ങളുടെ കറി പൗഡർ പാക്കറ്റുകൾ വ്യാജമായി അച്ചടിച്ചവരറിഞ്ഞില്ല അതിന്റെ അകത്ത് ശ്രീകൃഷ്ണനുള്ള കാര്യം. ഇതൊക്കെ ഇവളുടെ വെറും തന്ത്രം മാത്രമാണെന്നും പുറത്തിറങ്ങിയിട്ട് അങ്ങനത്തെ കവറുകൾ പ്രിന്റ് ചെയ്യാനുമാണെന്ന് ജയേഷ് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. സാറിന്റെ വീട്ടിലും ഈ കറി പൗഡറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ കവറുകൾ പരിശോധിച്ചാൽ സാറിന് മനസ്സിലാകുമല്ലോ. ഇവര് കോടതിയെ കളിയാക്കുകയാണെന്ന് ജയേഷ് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് മജിസ്ട്രേറ്റ് വീട്ടിലെ ജോലിക്കാരനെ വിളിച്ച് കറി പൗഡറിന്റെ പാക്കറ്റ് എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. ഇതിൽ വ്യക്തിപരമായ താല്പര്യമൊന്നും സാറ് കാണിക്കരുതെന്ന് ജയേഷ് പറയുമ്പോൾ നിങ്ങൾക്കെന്താ ഒരു പേടി പോലെയെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുന്നു. തുടർന്ന് മജിസ്ട്രേറ്റ് ആ കവർ പരിശോധിച്ചിട്ട് പറയുകയാണ്, ഇതിന്റെ അകത്ത് ഞാൻ മുദ്രയൊന്നും കാണുന്നില്ലല്ലോ. അതാ സാർ ഞാൻ പറഞ്ഞത്, ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലത്താണ് ഞാൻ മുദ്ര പതിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ശ്യാമ മജിസ്ട്രേറ്റിന് ശ്രീകൃഷ്ണന്റെ മുദ്ര കാണിച്ചു കൊടുക്കുകയാണ്. ഇനി സാറ് കൊണ്ടുവന്ന പാക്കറ്റുകൾ പരിശോധിക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ ോട് ആ പാക്കറ്റുകൾ മുറിച്ചു കാണിക്കാൻ ആവശ്യപ്പെടുകയാണ് മജിസ്ട്രേറ്റ്. എന്നാൽ അതിന്റെ ഉള്ളിൽ ശ്രീകൃഷ്ണന്റെ മുദ്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ശ്യാമ പറയുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്ത ഈ പോലീസുകാരൻ എന്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരാളാണ്. എന്റെ ഭർത്താവിന്റെ കുടുംബവുമായി നേരത്തെ തന്നെ ശത്രുത വെച്ച് പുലർത്തുന്ന ആളാണ് ഇദ്ദേഹം. ഇത് കേൾക്കുന്ന ജയേഷ് പേടിയോടെ മജിസ്ട്രേറ്റിനെയും ശ്യാമയെയും നോക്കുകയാണ്. എന്നാൽ പുറത്തുനിന്ന് ഇതൊക്കെ കേൾക്കുന്ന വർമ്മയ്ക്കും മക്കൾക്കും സന്തോഷമാകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.